കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് കാണിക്കാൻ ഒരുക്കമാണ്. പക്ഷേ അല്ലാഹു നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു, അത് ശ്രദ്ധിക്കണേ. അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാലത്തിൻ സുമ്മ താബ മിൻ ബഅദി. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തില്ലയോ, അല്ലാഹുവിനെ നിങ്ങൾ മറന്നില്ലയോ കുറച്ചു നേരം? ബിജഹാല, പ്രേമത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അങ്ങനെയാ. അള്ളാനെ മറക്കും, ഉമ്മയെ മറക്കും, അപ്പാനെ മറക്കും, കൂട്ടുകാരെ മറക്കും, വീട്ടുകാരെ മറക്കും. പ്രേമത്തിന് കണ്ണും കാതില്ല എന്നല്ലേ പറയാ. അങ്ങനെ ആ ഒരു പൈശാചിക തെറ്റ് അവരിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ബോധം തെളി. അപ്പോഴേക്കും വണ്ടി എവിടെയോ എത്തിയിട്ടുണ്ടാവും, അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവും. മനുഷ്യരിൽ ഒരുതരം അന്ധത കൈവരികയാണ്, ഒരുതരം കണ്ണു കാണായ്മ വരുമെന്ന് ആര് പറഞ്ഞാലും കേൾക്കൂല. വിവാഹം എൻ്റെ കാമുകനോട് മാത്രമേ, അവരില്ലെങ്കിൽ എനിക്ക് ജീവനില്ല എന്നൊക്കെ ഡയലോഗ് എഴുതി വെക്കും, പറയും ചിലപ്പോൾ. സ്നേഹത്തിന് കണ്ണും കാതുമില്ല, അതൊക്കെ സഹിക്കാം. മതവുമില്ല എന്ന് പറയും ഇതിന്റെ പിന്നാലെ. പോയില്ലേ, ഔട്ടായില്ലേ? ഇതൊക്കെ പറയിപ്പിക്കും പിശാച് നിങ്ങളെ കൊണ്ട്. ആ സമയം അല്ലാഹു പറയാ, നിങ്ങൾക്കൊരു അന്ധത വരുന്നുണ്ടല്ലേ, ആ അന്ധതയെ പിടിച്ചുകെട്ടലായിരുന്നു നിങ്ങൾക്ക് അല്ലാഹു നൽകിയ പരീക്ഷണം. കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു റഹ്മത്ത് തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണോ തിന്മകളിൽ ചെന്നുപെട്ടത്, ആരൊക്കെയാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത്, സുമ്മ താബ മിൻ ബഅദിഹി, ആ തിന്മകളുടെ രസം എന്താണെന്ന് അറിഞ്ഞു, തിന്മകളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു. ഒരു തിന്മ ചെയ്തിട്ടും ഒരു മനുഷ്യന് സമാധാനം കിട്ടുകയില്ല എന്ന് 100% 200% പറയാൻ പറ്റുമെങ്കിൽ ഉറപ്പാണ്, ഒരു തിന്മയിലൂടെ ഒരാൾക്കും മനസ്സമാധാനം കിട്ടുകയില്ല. മുഅ്മിനെ, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറയട്ടെ, നിങ്ങൾ പ്രേമത്തിലൂടെ, അനുരാഗത്തിലൂടെ മനസ്സിന് കുളിർമയുണ്ട് എന്ന് പിശാച് നിങ്ങളെ തോന്നിപ്പിക്കുകയാണ്. ഒരിക്കലും അല്ലാഹു നിങ്ങൾക്ക് മനസ്സമാധാനം നൽകാൻ പോകുന്നില്ല. എന്തേ? അത് തിന്മയുടെ വഴിയാണ്, അല്ലാഹു അനുവദിക്കാത്ത വഴിയാണിത്. നിങ്ങൾക്ക് അല്ലാഹു വിവാഹത്തിലൂടെ, നിക്കാഹിലൂടെ ഒരു കുടുംബ ബന്ധം സാധ്യമാക്കി തരുന്നതുവരേക്കും വിവാഹം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് പോലും വ്യഭിചാരത്തിലേക്ക് പോകരുതേ. നിങ്ങളെ ശരീരത്തെ നിങ്ങൾ നിയന്ത്രിക്കണമേ, കണ്ണുകളെ നിയന്ത്രിക്കണമേ, വാക്കുകളെ നിയന്ത്രിക്കണമേ എന്ന് അല്ലാഹു പറഞ്ഞിട്ട് നമുക്കത് കേൾക്കാൻ സമയമുണ്ടായില്ല, നമുക്കത് തോന്നിയിട്ട് പോലുമില്ല. ഗൗരവം പോലും എന്താ, അത് എല്ലാവരും ചെയ്യുന്നില്ലേ? ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഇല്ലാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ലല്ലോ. 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ആയില്ലേ? അപ്പൊ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങനെ ആവണം? ഇസ്ലാം തുടങ്ങുമ്പോൾ ആളുകൾ ഇത് വിചിത്രമാണെന്ന് പറഞ്ഞു. ഇതെന്തേ നാട്ടുകാർ ആരും ചെയ്യാത്തത് ഇവര് ചെയ്യുന്നു? ഇതെന്തേ നാട്ടുകാർക്ക് ആർക്കുമില്ലാത്ത സ്വഭാവം ഇവർക്ക്? അങ്ങനെ തന്നെ ഒരു കാലം തിരിച്ചു വരുമെന്നും അന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരെ ആളുകൾ ഒരു വേറിട്ട കണ്ണോടെ നോക്കിക്കാണുമെന്നും ഈ ലോകത്തിന്റെ ഗുരു, നമ്മളുടെ നായകർ, പ്രവാചകന്മാരുടെ തിരുനായകരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സയ്യിദുൽ മുർസലീൻ ഹബീബുല്ലാഹ് സയ്യിദുൽ ഖൽഖി അജ്മഈൻ മുഹമ്മദുൻ അഷ്റഫു ഖൽഖില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മുമ്പ് നമുക്ക് ദീർഘദർശനം തന്നിട്ടുണ്ട്. സംഭവിച്ചത് സംഭവിച്ചു പോയി. ثم تاب من بعده, അതിനുശേഷം നിങ്ങൾ അല്ലാഹുവിനോട് കരഞ്ഞു തൗബ ചെയ്തുവോ? കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരഞ്ഞോ? അല്ലാഹുവിന്റെ കഅബാലയത്തെ കണ്ടുകൊണ്ട് കരഞ്ഞോ? നിങ്ങളുടെ റൂമിന്റെ വീടിന്റെ ഉള്ളിൽ കിടന്ന് മുസല്ല വിരിച്ച് നിങ്ങൾ അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് കരഞ്ഞു ദുആ ചെയ്തുവോ? റബ്ബേ മാപ്പ് തരണേ, അല്ലാഹു എന്നെ നന്നാക്കി തരണേ എന്ന്. ثم تاب من بعده അതിനുശേഷം ആ തിന്മയ്ക്ക് ശേഷം നന്മ ചെയ്യുകയും ചെയ്തു. തിന്മ എങ്ങനെയോ സംഭവിച്ചു പോയിട്ടുണ്ട്, എന്നാൽ അതിനുശേഷം നന്മ ചെയ്യണം, സ്വതക്ക ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, നിസ്കാരങ്ങൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തിന്മകൾക്ക് ശേഷം അല്ലാഹുവിലേക്ക് മടങ്ങുകയും നന്മ ചെയ്യുകയും ചെയ്താൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, നിങ്ങൾ ഇന്ന് കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു തരും, അല്ലാഹു മാപ്പ് തരും. അല്ലാഹു മാപ്പ് തന്നാൽ പിന്നെ അത് പറഞ്ഞുകൊണ്ട് റബ്ബ് നിങ്ങളെ ആക്ഷേപിക്കില്ല. ആ തെറ്റുകളെ നാളെ പരലോകത്ത് നിങ്ങളുടെ റെക്കോർഡിൽ പോലും അല്ലാഹു കാണിക്കുകയില്ല. ഇന്നത്തെ ഈ രാത്രിയിലെ, ഇന്നത്തെ ഈ സെക്കൻഡിൽ നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നാളെ രാവിലെയല്ല,
ഇന്ന് വാല് കഴിഞ്ഞ് വിട്ടു പോയിട്ടല്ല, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഈ സെക്കൻഡിൽ ഞാനും നിങ്ങളും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ തുബ്നാ ഇലൈക്. പടച്ചവനെ, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാതെ ജീവിച്ചു. എത്ര പേര് മരിച്ചുപോയി കൊറോണയിൽ, എത്ര ചെറുപ്പക്കാർ മരിച്ചു. മറക്കാൻ സമയമായതൊക്കെ എത്ര ചെറുപ്പക്കാർ, എത്ര ഡോക്ടർമാര് മരിച്ചു, എത്ര നഴ്സുമാര് മരിച്ചു, എത്ര ആളുകൾ അല്ലാഹു കൊണ്ടുപോയി. വളരെ ചുരുങ്ങിയ ഒരു കാലം, അങ്ങറ്റമെത്തിയാൽ ഒരു 100 കൊല്ലം അല്ലെ, ഒരു 110 അത്രയൊന്നും എത്തൂല. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തികളുടെ ലൈഫ് സ്പാൻ 60-ന്റെയും 70-ന്റെയും ഇടയിലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖലീലും മൻ യുസാവിജുഹാ, അത് യുജാവിജുഹാ, അത് കഴിഞ്ഞു കിടക്കുന്ന 70 കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുന്ന ആളുകൾ വളരെ കുറച്ചേ എന്റെ ഉമ്മത്തിലുള്ളൂ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്കൊരുങ്ങേണ്ട സമയമായി. അനന്തമായ യാത്രക്ക് മക്കളോ പേരക്കുട്ടികളോ കൈപിടിക്കാൻ കൂടെയില്ലാത്തൊരു യാത്രക്ക് നമ്മൾ ഒരുങ്ങാൻ സമയമായി. ഭാര്യ കൂടെയില്ലാത്തൊരു നേരത്ത്, മക്കൾ കൂടെയില്ലാത്ത നേരത്ത്, കൊച്ചുമക്കൾ ഓടി വന്ന് വാരിപ്പുണർന്ന് ഉമ്മ വെച്ചുപ്പ ഉമ്മ എന്ന് പറയാൻ കൂടെയില്ലാത്ത ഒരു യാത്രയിലേക്ക് നീങ്ങുകയാണ് നമ്മൾ. കൂട്ടുകാരടോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, പാറ പോലെ നിന്റെ ചങ്കാണ് ഞാൻ എന്ന് പറയുന്ന ചങ്ക് കൂട്ടുകാരനെ ഖബറിൽ കാണാൻ കിട്ടില്ല. നിങ്ങളും നിങ്ങൾ ചെയ്ത പ്രവർത്തനവും മാത്രമേ നിന്റെ കൂടെയുള്ളൂ. അല്ലാഹു തആല എന്നാലും പറയുന്നു, കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ. നിങ്ങളെ ശിക്ഷിക്കണമെന്നല്ല ഞാൻ തീരുമാനിക്കുന്നത്, നിങ്ങൾക്ക് റഹ്മത്ത് തരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? من عمل منكم أنه من عمل منكم سوءا بجهالة ثم تاب. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ തിന്മ ചെയ്തില്ലേ, ആ തിന്മകൾക്ക് പകരം അതിനുശേഷം നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയോ, തൗബ ചെയ്തോ നിങ്ങൾ, വഅസ്ലഹ, അതിനുശേഷം തൗബ ചെയ്തെന്ന് മാത്രമല്ല നന്മകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ മസ്ജിദുകൾ ഇബാദത്ത് കൊണ്ട് സജീവമാകണം. നമ്മുടെ നിസ്കാരങ്ങളിൽ ജമാഅത്തുകളിൽ നമ്മുടെ മക്കൾ എത്തണം. വഅസ്ലഹ, അങ്ങനെയാണെങ്കിൽ ഫഅന്നഹു ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു തരാൻ ഒരുക്കമാണ്. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്, നിങ്ങളെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങി വാ, അല്ലാഹു സ്വീകരിക്കാൻ ഒരുക്കമാണ്. തൗബ ചെയ്ത് മടങ്ങി വാ, അല്ലാഹു നമ്മളെ വിളിക്കാൻ. ഈ ഒരു യാത്രയാണ് സജ്ജനങ്ങൾ നടത്തിയ യാത്ര. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ യസ്തഇഫ യുഇഫഹുല്ലാഹ്. വ്യഭിചരിക്കരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വ്യഭിചാരത്തിന്റെ സാഹചര്യത്തിൽ നിന്നും അല്ലാഹു അവരെ അടർത്തി മാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസാണിത്. വ്യഭിചരിക്കണമെന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ വഴി അല്ലാഹു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. من يستعف ചെറുപ്പക്കാരികളോട് വിദ്യാർത്ഥിനികളോട് നമ്മുടെ ഹോസ്റ്റലുകളിലും കോളേജുകളിലും വിദേശങ്ങളിൽ പോയി പഠിക്കുന്ന മക്കളോട് അല്ലാഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ, മൻ യസ്തഇഫ്, എന്റെ മുമ്പിൽ എന്റെ ഹോസ്റ്റൽ റൂമിൽ കിടക്കുന്ന ചെറുക്കന്മാരെ മുഴുവനും എന്റെ കൺമുമ്പിൽ വെച്ച് വ്യഭിചരിച്ചാൽ പോലും ഞാനത് ചെയ്യില്ല റബ്ബേ, എനിക്കത് പാടില്ല, നിന്റെ അദാബ് എനിക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ എന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ എത്തിപ്പെടുന്ന ഹോസ്റ്റൽ റൂമിലെ ആളുകൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ പോലും, അന്യമതസ്ഥരാണെങ്കിൽ പോലും അവർ തിന്മ ചെയ്യാത്ത നല്ല മനുഷ്യരായിരിക്കും. നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഇത് മൻ യസ്തഇഫ്, നിങ്ങളുടെ ഖൽബിനുള്ളിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ യാത്രയുടെ തുടക്കം വ്യഭിചാരത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല റബ്ബേ, എങ്ങാനും ഒരു അവസരം വന്നുപെട്ടാൽ റബ്ബേ നീ എന്നെ കാക്കേണമേ എന്ന് മനസ്സിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ അതിന്റെ അവസരങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കൈപിടിച്ചു മാറ്റിയിട്ടുണ്ടാകും. ഇല്ലേ, നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാകും അതിൽ. അല്ലാഹു നമ്മുടെ മക്കളെ, നമ്മളെ എല്ലാവരെയും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്. അല്ലാഹുവേ, ഞാൻ ആരോടും യാചിക്കുകയല്ല, ഞാൻ ആരോടും യാചന നടത്തിയിട്ടല്ല ജീവിക്കുന്നത്, നീയായിട്ട് എന്റെ ഇസ്സത്തിന് കോട്ടം വരാത്ത രീതിയിൽ അല്ലാഹുവേ എനിക്ക് സമ്പത്ത് നീ നൽകണമേ എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യുഗ്നിഹില്ലാഹ്, അവർക്ക് സമ്പത്ത് അല്ലാഹുവിന്റെ കൈകളിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരിക്കും. ഉറപ്പാണ്. അവർ തുടങ്ങുന്ന കച്ചവടങ്ങൾ
അല്ലാഹു തആല അതിൽ ബറക്കത്ത് കൊടുക്കും, അവരുടെ ജോലികളിൽ ബറക്കത്ത് കൊടുക്കും. നേരെ മറിച്ച് അല്ലാഹുവിന്റെ സഹായം പടച്ച തമ്പുരാനോട് അല്ലാഹുവിന്റെ ഔദാര്യം ചോദിക്കേണ്ടതിന് പകരം ഇന്ന ആളിൽ നിന്ന് എനിക്ക് കിട്ടണം, അയാൾ എന്നെ സഹായിക്കണം, ഇയാൾ എന്നെ സഹായിക്കണം. ഒരു വ്യക്തിയെ നിങ്ങൾ റബ്ബിന്റെ സ്ഥാനത്ത് റബ്ബിന്റെ നിഅമത്ത് പ്രതീക്ഷിക്കുന്നതിന് പകരം ഒരു പടപ്പിന്റെ, ഒരു സൃഷ്ടിയുടെ ഔദാര്യമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളുടെ കൺമുമ്പിൽ ദില്ലത്തും നിന്ദ്യതയും ദാരിദ്ര്യവും നിങ്ങളുടെ കൺമുമ്പിൽ അല്ലാഹു കൊണ്ടുതരും. കഴിഞ്ഞില്ല, അഷ്റഫുൽ ഖൽഖ് തുടരുകയാണ്. ലോകത്തിന്റെ നന്മ പഠിപ്പിച്ച ഗുരുവാണ് അഷ്റഫുൽ ഖൽഖ്. ഇതൊക്കെ ഹബീബിന്റെ ഹദീസല്ലേ? വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്. ക്ഷമിക്കാൻ എനിക്ക് കഴിവ് നൽകണേ റബ്ബേ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളുടെ ഖൽബിന് ക്ഷമ തന്നിട്ടുണ്ടായിരിക്കും. ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു കുഞ്ഞിന്റെ വിഷയത്തിൽ ഇന്ന് വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അറിയുന്നൊരു സുഹൃത്താണ് അബ്ദുർ റഹീം എന്ന് പറയും, വടകര വില്യാപ്പള്ളി ഭാഗം. ആ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുർക്കിയിലെ ഒരു വലിയ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ ഒരു യാദൃശ്ചികമായി ഇവിടെ എത്തിപ്പെട്ടതാണ് എന്ന് പറയാം. വലിയ ഭീമമായ തുക ആ ഹോസ്പിറ്റലിൽ അവർക്ക് ബില്ലടക്കേണ്ടി വന്നു. അവരെ തിരിച്ചു പോന്നു. ഇപ്പോൾ എത്ര ഹോസ്പിറ്റൽ 11 വയസ്സുള്ളൊരു മോനെ ചികിത്സിക്കാൻ വേണ്ടി വന്നതാണ്. ആ മോൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഉമ്മ കരയാണ്, എൻ്റെ കുട്ടി മറ്റു കുട്ടികളെ പോലൊന്ന് കളിക്കാനും നടക്കാനും ചിരിക്കാനും വർത്താനം പറയാനും എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കിട്ടുമോ? ഡോക്ടർമാര് കൈയൊഴിയുന്ന വിധം അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപാട് തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ്. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അല്ലാഹുവേ, കുട്ടിക്ക് നീ ശിഫ കൊടുക്കണേ റബ്ബേ. എല്ലാവരും നാമീം പറയും, അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് മനസ്സിന് ഈ കുഞ്ഞിനെ ഇത്രയും രോഗാവസ്ഥയിൽ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് റബ്ബേ. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ പടച്ചവനെ, നീ അവരെ സഹായിക്കണമേ പടച്ചവനെ. അല്ലാഹു ആ കുഞ്ഞിന് ശിഫ കൊടുക്കട്ടെ. ആ മാതാവിനും ഉപ്പാക്കും മനസ്സിന് സമാധാനം കൊടുക്കട്ടെ. എല്ലാ അസുഖമുള്ള മക്കൾക്കും അല്ലാഹു ശിഫ നൽകട്ടെ. ആമീൻ. നമ്മുടെ വല്യപ്പമാര്, ഉപ്പമാര്, ഉമ്മമാര്, ചെറുപ്പക്കാരൊക്കെ അസുഖമുള്ളവരുണ്ട്, രോഗശൈലി കിടക്കുന്നവരുണ്ട്. അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്. ക്ഷമ നൽകണേ എന്ന് റബ്ബിനോട് മനസ്സറിഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? അല്ലാഹു ക്ഷമ നൽകിയിരിക്കും. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ദാനം ഒരു കുട്ടിയല്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ദാനം കുറെ കാശുമല്ല, കുറെ ബിൽഡിങ്ങും കെട്ടിടങ്ങളും ഷോപ്പിംഗ് മാളും ഇതൊന്നുമല്ല. അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്തെന്നറിയുമോ? ഇമാം ബുഖാരി, മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ക്ഷമയോളം വലിയൊരു ദാനം അല്ലാഹു ഒരാൾക്കും നൽകുന്നില്ല. ക്ഷമയാണ് ഏറ്റവും വലിയ കരുത്ത്. നിങ്ങൾ ഒരുപക്ഷെ തകർന്നടിഞ്ഞ് താഴേക്ക് എത്തിയേക്കാം, സുഖലോലുപതയിൽ പറന്നേക്കാം. ക്ഷമ വേണ്ടി വരും. അവിടെയും തിന്മയിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുക, അതിക്രമം ചെയ്യാതിരിക്കാൻ. നിഅമത്ത് കിട്ടുമ്പോഴേ അതിക്രമം ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരും. ദാരിദ്ര്യം വരുമ്പോഴേ അല്ലാഹുവിനെ പഴിചാരും. നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ദാനം ക്ഷമയാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റളിയ അനില്ലാഹി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ജീവിതത്തിലെ വിഷമങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെക്കുറിച്ച് തൃപ്തിപ്പെടുമെന്ന് അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാശില്ല, സമ്പത്തില്ലല്ലോ, എൻ്റെ കയ്യിൽ വരുമാനമില്ലല്ലോ എന്ന് വിചാരിച്ച്, ജീവിക്കാൻ വകയില്ലെന്ന് വിചാരിച്ച് മനസ്സ് വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഹബീബായ നബിയുടെ ഹദീസ് ഒന്ന് കേട്ടോളൂ. അർബഉൻ ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ. എനിക്ക് ബൈക്കില്ലല്ലോ, എനിക്ക് സ്കൂട്ടർ ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ എൻഫീൽഡ് ഇല്ലല്ലോ, എൻ്റെ കയ്യിൽ കാറില്ലല്ലോ, വാഹനമില്ലല്ലോ, എനിക്ക് വീടായിട്ടില്ലല്ലോ, എനിക്ക് വരുമാനമായില്ലല്ലോ, ജോലി ഇപ്പോഴും ശരിയായില്ലല്ലോ. ഇതിനൊക്കെ മനുഷ്യന്മാർ പരാതി പറയും. ഓരോരുത്തർക്കും അവനവന്റെ വിഷയം വലുതാണ്, അല്ലേ? ഓരോരുത്തർക്കും അവനവന്റെ വിഷയം വലുതാണ്. ഓരോരുത്തരും ചെറിയൊരു വിരലിന് ചെറിയൊരു മുറിവ്, നഖം മുറിക്കുമെന്ന് കയറി കട്ടറുണ്ട് മുറിച്ചു എന്ന് വിചാരിക്കാം. ആ വേദന അയാൾക്ക് വലുതാണ്. ഇപ്പുറത്ത് വിരൽ മുറിഞ്ഞ ആളുണ്ടാവും, ഇല്ലേ? നമ്മുടെ ആ ഒരു വിരലിനേറ്റ ചെറിയൊരു മുറിവ് നമുക്ക് വലിയ മുറിവാണ്. ഓരോരുത്തർക്കും അങ്ങനെയാണ്. പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലേ? ഹബീബ് നൽകുന്ന മനുഷ്യ മനസ്സുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ വാക്കുകളല്ലേ ഹബീബിന്റേത്. ആരാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിന് ഖൈറായ ഒന്നും ഹബീബായ നബി പറയാതെ പോയില്ല. നമുക്ക് ശർറായതൊന്നും നബി തങ്ങൾ നമ്മളെ ഉണർത്താതെയും പോയില്ല. അവിടുന്ന് പറയട്ടെ, അർബഉൻ ഇദാ കുന്ന ഫീക. കാശില്ലെന്ന് പറഞ്ഞോ, സമ്പത്തില്ലെന്ന് പറഞ്ഞോ, പൈസ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞോ, എനിക്ക് ജോലിയില്ലെന്ന് പറഞ്ഞോ, ആരോഗ്യമില്ലെന്ന് പറഞ്ഞോ, നിങ്ങൾ പരാതി പറയില്ല. 4 കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ മുതലാളിയാണ്.
അർബഉൻ, 4 കാര്യം. ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ, നിന്റെ കൂട്ടുകാരൻ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, നിനക്ക് 5 പൈസ പോലും ഒരു ദിവസം വരുമാനമില്ലാതിരിക്കാം, നിന്റെ കയ്യിൽ വന്നില്ലായിരിക്കാം, നിന്റെ കാശ് നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം, കുടുംബജീവിതത്തിൽ റാഹത്തില്ല എന്ന് വന്നേക്കാം, ഭാര്യ അനുസരിക്കാത്തവളായി മാറിയേക്കാം, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നവരായി മാറിയേക്കാം. എന്തു തന്നെ ആയാലും ദുനിയാവിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടാലും അത് നഷ്ടമല്ല. 4 നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ, ഒന്ന് ഹിഫ്ളു അമാന, ഒരാൾ നിങ്ങളെ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ വിശ്വാസ വഞ്ചന ചെയ്യാതിരിക്കും. ഷോപ്പിൽ നിങ്ങളെ ഏൽപ്പിച്ചു, ഒരു കച്ചവടം നിങ്ങളെ ഏൽപ്പിച്ചു, അത് നിങ്ങൾ വിശ്വാസ വഞ്ചന ചെയ്യലിൽ, അവിടെ നിന്ന് കാശ് വലിക്കലിൽ, മോഷ്ടിക്കരുത്, വിശ്വാസ വഞ്ചന ചെയ്യരുത്. ഹിഫ്ളു അമാനത്തിൻ, വിശ്വാസ വഞ്ചന ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ, വസിദ്ഖു ഹദീസിൻ, സത്യമേ നിങ്ങൾ പറയൂ എങ്കിൽ, വഹുസ്നു ഖലീഖത്തിൻ, നല്ല സ്വഭാവത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, വഇഫ്ഫത്തുൻ ഫീ തുഅമത്തിൻ, ഹറാമായ ഒരു ഭക്ഷണവും നിങ്ങളുടെ വായിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെങ്കിൽ, ഈ 4 നിങ്ങളുടെ കൂടെയുണ്ടോ, നിങ്ങൾ പെട്ടിക്കട നടത്തിയാലും നിങ്ങൾ മില്യനെയറാണ്, നിങ്ങൾ ബില്യനെയറാണ്. എന്തേ? നിങ്ങൾ സത്യസന്ധനാണ്, സത്യമേ പറയുന്നുള്ളൂ, നിങ്ങൾ സൽ സ്വഭാവിയാണ്, നിങ്ങൾ മയക്കുമരുന്നോ ലഹരിയോ മദ്യപാനമോ ഉപയോഗിക്കുന്നവരല്ല, ആര് ഫ്രീ ആയി തന്നാൽ പോലും അത് ഉപയോഗിക്കുന്നവരല്ല എങ്കിൽ, നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെങ്കിൽ, നിങ്ങളുടെ സ്വഭാവം ഹുസ്നു ഖലീഖത്തിൻ, ഒരാളോട് ഏത് മനുഷ്യനോടും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നാവ് കൊണ്ട് സത്യം മാത്രമേ നിങ്ങൾ പറയൂ എങ്കിൽ, നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റും നിങ്ങളെ എന്ന് ആളുകൾക്ക് പറയാൻ പറ്റുമെങ്കിൽ, ലാ ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയാ, കാറില്ല എന്ന് വിചാരിച്ച്, വീടില്ല എന്ന് വിചാരിച്ച്, വരുമാനമില്ലെന്ന് വിചാരിച്ച്, ഇല്ലായ്മകൾ പറഞ്ഞ് നിങ്ങൾ നടക്കല്ലേ സഹോദരാ സഹോദരി. അള്ളാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ദുനിയാവ് മുഴുവനും കിട്ടിയാൽ ഇത് തന്നെ കിട്ടാനുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ ഇത്? വലിയ പണക്കാരനാണെന്ന് വിചാരിക്കുക, പക്ഷെ ആള് മയക്കുമരുന്നിന് അടിമയാണ്. ആരയാളെ നോക്കും? അയാളെ പോലുള്ള ആളുകളല്ലാതെ വലിയ മുതലാളിയാണ്. അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞ പോലെ ഒരുപാട് ആളുകളെ വഞ്ചിച്ചതാണ്. വഞ്ചന ഡെലിബറേറ്റ്, പരസ്പരം ബഹുമാനത്തിലും വിശ്വാസത്തിലും ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരാൾ വഞ്ചിച്ചു എന്ന് വിചാരിക്കുക, എത്ര വലിയ അപകടമാണ്. കച്ചവടങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും, ചില കച്ചവടങ്ങൾ പരാജയപ്പെടും. എത്ര പരിശ്രമിച്ചാലും ഏതൊക്കെ നിങ്ങൾ അധ്വാനിച്ചാലും അല്ലാഹുവിന്റെ ഖളാ ഇല്ലെങ്കിൽ ചിലത് നഷ്ടപ്പെടും. പക്ഷെ അങ്ങനെയല്ല, ഒരു മനുഷ്യൻ മനഃപൂർവ്വം വഞ്ചിക്കണമെന്ന് തീരുമാനിച്ചാൽ ആ മനുഷ്യൻ എത്ര കാശുണ്ടാക്കിയിട്ടെന്ന് ആളുകൾ പറയില്ലേ, അത് പറ്റിച്ചുണ്ടാക്കിയതല്ലേ, തീർന്നോ? അയാൾക്ക് എന്ത് അഭിമാനം. വലിയ മുതലാളിയാണ്, ആള് പച്ച നുണയെ നാവ് കൊണ്ട് പറയൂ, വല്ല വിലയുണ്ടോ? മനുഷ്യന്മാരോട് പെരുമാറാൻ വലിയ മുതലാളിയാണ്. ഒരു പാവപ്പെട്ടവനെയോ കൂടെ പഠിച്ചവനെയോ അയൽവാസിയെ കുടുംബ ബന്ധുവിനെ പോലും ഒന്ന് മാന്യമായി സംസാരിക്കാനോ പെരുമാറാനോ അയാളെ കിട്ടൂല. അഹങ്കാരിയാണ്. ആർക്ക് വേണം അയാളുടെ കാശ്? പുണ്യനബി പറയാ, ഈ 4 ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടോ, ദുനിയാവിൽ നഷ്ടപ്പെട്ടത് നഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാന കാരണങ്ങളായി പറയുന്നത്, എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും മുതലാളിമാരാവാൻ കഴിയില്ല, എല്ലാവർക്കും എല്ലാം കിട്ടുന്ന ലോകവുമല്ല ഇത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും സത്യസന്ധതയും വിശ്വസ്തതയും സൽസ്വഭാവവും ഹലാല് ഭക്ഷിക്കാൻ കഴിയുക, ഇതിന് മാത്രം നമുക്ക് സാധ്യമായാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നമൻ യർകബിൽ ഫവാഹിഷ സിർറൻ, ഇന്നമൻ യർകബിൽ ഫവാഹിഷ സിർറൻ حين يخلو بنفسه غير خالي كيف يخلو وعنده كاتباه شاهداه وربه ذو الجلال. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വിജയം. ഇഹ്സാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, ഇസ്ലാം എന്താണ് നബിയെ, ഈമാൻ എന്താണ് നബിയെ? പിന്നെ ചോദിച്ച ചോദ്യമാണ് വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? എന്താ ഇഹ്സാൻ? ഇസ്ലാം കാര്യം പഠിച്ചു, ഈമാൻ കാര്യം പഠിച്ചു, അതനുസരിച്ച് ജീവിച്ചു. ഇനി അടുത്തൊരു സ്റ്റേജാണ് ഇഹ്സാൻ, മുഹ്സിനീങ്ങളാവുക. മുസ്ലിം, മുഅ്മിൻ, അത് കഴിഞ്ഞാൽ പിന്നെ മുഹ്സിൻ. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും എത്തണ്ടേ? അപ്പോഴല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ.
പുണ്യനബി തങ്ങൾ വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് സ്വഹാബികളുടെ മുമ്പിൽ ഒരു മനുഷ്യനായി വന്നു നിന്ന് ഹബീബായ നബി തങ്ങൾ ഈ സംഭവങ്ങളൊക്കെ നബി തങ്ങളോട് അവർ ചോദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു അതിന് സാക്ഷിയാണ്. 80 ദിവസമേ നബിയുടെ വഫാത്തിന് എടുത്തിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ചോദിച്ചു, നബിയെ ഇസ്ലാം എന്താണ്? 5 ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ്. എന്തല്ല? അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയലാണെന്നാണോ ഇസ്ലാം കാര്യം ഒന്നാമത്തേത്? അല്ല, പറഞ്ഞാൽ മതിയോ? പോരാ. എന്താ ചെയ്യേണ്ടത്? അൻ തശ്ഹദ, സാക്ഷിയാണ്. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ? എന്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ ഞാൻ അതിന് സാക്ഷി എന്ന് പറയാൻ പാടില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാനവിടെ ഉണ്ടായിരുന്നില്ല, സാക്ഷി പറയാൻ പാടുണ്ടോ? ഇല്ല. അത് പറയുന്നതിന് ഞാൻ സാക്ഷിയാണ്, ആ കാര്യം നടന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ബി ദേർ ഫിസിക്കലി. പറയാൻ പറ്റുള്ളൂ. അല്ലാഹു ഏകനാണ്, അല്ലാഹു ആണ് ആരാധനക്കർഹനെന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് അല്ലാഹുവിനെ സാക്ഷി പറയലാണ്. അല്ലാഹുവേ, ഞാനതെന്റെ കണ്ണുകൊണ്ട് കണ്ടതിന് തുല്യമാണ്. നീ കണ്ണുകൾക്ക് വിഷയീഭവിക്കുന്നവനല്ല റബ്ബേ, പക്ഷേ കണ്ണുകൾ നൽകിയത് നീയാണ്. അല്ലെങ്കിൽ പിന്നെ ആരാ തന്നെന്ന് പറയും? ആരാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതെന്ന് പറയും. ബൈ ചാൻസ് നടക്കുവോ? ഒരു റീസണുമില്ലാതെ ഒരു കാര്യം ഒരു ഇഫക്റ്റ് ഉണ്ടാവും. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് സയൻസാണ്. യുക്തിവാദികൾ പലപ്പോഴും ആരോപിക്കുന്ന ആരോപണങ്ങൾ പലതും സയന്റിഫിക് അല്ല. എന്തേ? സയൻസ് പറയുന്നത് there should be a reason for an effect. ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ റീസൺ വേണം. ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടാവ് വേണം. അത് വേണ്ടെന്നാ പറയാം. ബൈ ചാൻസ്. ചാൻസ് എങ്ങനെ പറയാം? ചാൻസ് കൊണ്ടൊരു സൃഷ്ടിപ്പ് ഉണ്ടാവുമോ? ആർക്കും നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വെറുതെ ഒരിക്കലും പറ്റില്ല. ഒരാൾ ഉണ്ടാക്കിയേ പറ്റൂ. ആ റബ്ബേ നീയാണ്, അതിന് ഞാൻ സാക്ഷിയാണ്. എന്റെ ഹബീബാണ് എന്നെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ അതിന് സാക്ഷിയാണ് റബ്ബേ. അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്റെ ഹബീബ് റസൂലാണ്, അത് നീയാണ് റബ്ബേ നിന്റെ പരിശുദ്ധ കലാമിൽ പഠിപ്പിച്ചത്. ഹബീബിന്റെ ജീവിതം, അവിടുത്തെ സത്യസന്ധത, അവിടുത്തെ സ്വഹാബിമാരുടെ സാക്ഷ്യപ്പെടുത്തൽ, ചരിത്രം അതിന് സാക്ഷ്യമാണ്. ഞാനതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു റബ്ബേ, എന്റെ ഹബീബ് നിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ-ഇഹ്സാനു അൻ തഅബുദല്ലാഹ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. കഅന്നക തറാ, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ എന്റെ റബ്ബന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ നിസ്കരിക്കാന്ന, അങ്ങനെ സ്വതക്ക, അങ്ങനെ നോമ്പെടുക്കുക, അങ്ങനെ ഖുർആൻ ഓതുക. ഖുർആൻ ആരുടെ വചനമാണ്? അല്ലാഹുവിന്റെ വചനമാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേ എന്റെ റബ്ബിന്റെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്, എന്റെ റബ്ബിന്റെ കലാമാണ് ഞാൻ കേൾക്കുന്നത്. എന്റെ റബ്ബന്റെ മുമ്പിൽ നിൽക്കുകയാണ്, റബ്ബിനെ കാണുന്ന പോലെ. വഇല്ലം തകുൻ തറാ ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇഹ്സാൻ എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സദഖത, അങ്ങയുടെ മറുപടി സത്യമാണ് നബിയേ. 2 ചോദ്യം കൂടെ ചോദിച്ച് ജിബ്രീൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുമ്പോ ഉമർ ഞങ്ങളോട് ചോദിച്ചു, നബി ഞങ്ങൾ ഉമറേ, ആ സായിൽ ചോദിക്കാൻ വന്ന ആള് പുറത്തുണ്ടോ എന്ന് ചെന്ന് നോക്കുമ്പോ കാണാനില്ല. വീണ്ടും മുറ്റത്തേക്ക് കാണുന്നില്ല. പള്ളിന്റെ ബൗണ്ടറിക്ക് പുറത്ത് നോക്കി, അവിടെയും കാണുന്നില്ല. യാ റസൂലല്ലാഹി ലം അറ, കാണുന്നില്ല നബിയെ, കാണുന്നില്ല. പറഞ്ഞു, ഉമറേ, അത് ആരാണെന്നറിയുമോ? അത് മനുഷ്യനല്ല, ഇന്നഹു ജിബ്രീൽ അതാകും യുഅല്ലിമുകും ദീനകും, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വന്ന മാലാഖയാണത്, ജിബ്രീൽ അലൈഹിസ്സലാമാണത്. ഇഹ്സാനിലേക്ക് ഉയരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അജബൽ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമല്ലേ? എന്തും ആ മുഅ്മിനായ മനുഷ്യന് ഖൈറാണ്. ഇന്ന സവാബതുഹു സറാഉ ശകർ, സന്തോഷം വരുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഫകാന ഖൈറല്ല. വഇന്ന സവാബതുഹു ദറാഉ സബർ, പ്രയാസം വരുമ്പോൾ ക്ഷമിക്കണം. അത് മുഅ്മിനായ മനുഷ്യന് ഖൈറാണ്. ഇത് രണ്ടല്ലേ ജീവിതത്തിലുള്ളൂ. കല്യാണം സന്തോഷം, അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, സങ്കടം. വീണ്ടും സന്തോഷം വരും, സൽക്കാരാകുമ്പോൾ സന്തോഷം വരും. വീണ്ടും എന്തെങ്കിലും പ്രശ്നം വരും, സങ്കടാവും. ഈ സങ്കടവും സന്തോഷവുമല്ലേ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ട് സന്തോഷമുണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സുകൊണ്ട്, നാവുകൊണ്ട്, ശരീരം കൊണ്ട്, കർമ്മം കൊണ്ട് പറയുകയും, വിഷമങ്ങൾ വരുമ്പോൾ നാവുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ക്ഷമ പാലിക്കുകയും ചെയ്താൽ ഇത് രണ്ടും മുഅ്മിനായ മനുഷ്യനെ ചെയ്യാൻ കഴിയും. മുഅ്മിനായ മനുഷ്യന് ഇത് ചെയ്യുമ്പോൾ അവർക്ക് 2 അവസ്ഥയിലും കൂലിയാണ്. അതുകൊണ്ട് അജബൽ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അത്ഭുതമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ ശുക്ർ ചെയ്യൻ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദീർഘമായ ഒരു ചരിത്രം അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് നന്ദി ചെയ്യേണ്ടവരാണ്. നേരത്തെ പറഞ്ഞ മിണ്ടാത്ത അസുഖത്തിലാണ് ഇന്ന് പല ആളുകളും അകപ്പെട്ടിരിക്കുന്നത്. യാ അല്ലാഹ്, ഹബീബായ നബി തങ്ങൾ പറയുന്നു, പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നല്ല ചൂടുണ്ട്, നിങ്ങളൊക്കെ വിഷമിച്ചുകൊണ്ടായിരിക്കണം എന്നറിയാം. നമ്മൾ 9:30 തുടങ്ങിയത് 11:30 അവസാനിക്കും ഇൻഷാ അല്ലാഹ്. 11:30 ആവാനായില്ലേ? ഒരു 24 മിനിറ്റ് കൂടെ ഉണ്ട്. ചിലപ്പോൾ 5 മിനിറ്റ് കൂടെ ഏറെടുക്കും. അത്രയേ ഉള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വല്ല അസ്വസ്ഥതയും തോന്നുകയാണെങ്കിൽ ഉറപ്പിക്കോളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. എന്തായാലും ഒരു 25 മിനിറ്റ് കൂടെ നിങ്ങൾ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അത് കേൾക്കുന്നത് നബിയിൽ നിന്ന്. സ്വഹീഹൈനിയിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും. ഇനി ആ കഥ കേട്ടോ, ആ ചരിത്രം. ഇതിലും മോസ്റ്റ് ഒതന്റിക് നരേഷൻ, ഒരു നരേറ്റീവ് ലോകത്തില്ല. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒതന്റിക് ഒരു നരേഷൻ, ഇനി ഒരു നരേറ്റീവ്, ഒരു സ്റ്റോറി ഒന്നും ഇനി കേൾക്കാനില്ല. അത്രയും പ്രാമാണികമാണ്. 3 മനുഷ്യർ അല്ലാഹുവിന്റെ മലക്കുകൾ അവരെ പരീക്ഷിക്കുകയായിരുന്നു. ഒരാൾ വെള്ളപ്പാണ്ട് രോഗമുള്ള ആള്, മറ്റൊരാൾക്ക് കഷണ്ടിയാണ്, വേറെ ഒരാൾക്ക് കണ്ണില്ല, കണ്ണിന് കാഴ്ചയില്ല. അല്ലാഹു തആല അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നോക്കണേ, അസുഖമുള്ള ആളുകളെ അസുഖം കൊണ്ടാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്. സമ്പത്തുള്ളവരെ പൈസ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നത്. അവരെന്ത് ചെയ്യും? എങ്ങനെയാ അവർ ജീവിക്കുന്നത്? അവരുടെ മനസ്സെങ്ങനെയാണ്? ഒരാൾ വെള്ളപ്പാണ്ട് രോഗമാണ്. അല്ലാഹു തആല അത്തരം അസുഖങ്ങൾ വന്നവർക്കൊക്കെ റബ്ബേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ അത്തരം അസുഖങ്ങളിലൂടെ പ്രയാസത്തിലാണ്. മരുന്ന് എന്ത് കഴിച്ചാലും എന്ത് തേച്ച് പിടിപ്പിച്ചാലും അള്ളാഹുവിന്റെ ശിഫയല്ലാതെ വേറൊന്നുമില്ലതിന്. അള്ളാഹുവാണ് എപ്പോഴും ശിഫ നൽകുന്നത്. മനുഷ്യന് ചിലപ്പോൾ തോന്നും മരുന്നാ ശിഫ നൽകുന്നത്. അല്ല, മരുന്നുകൊണ്ട് ശിഫയാവാൻ പറ്റാത്ത ചില അസുഖങ്ങൾ ഇപ്പോഴും ഉണ്ട്. അള്ളാഹു ഉണ്ടെങ്കിൽ മാത്രമേ ശിഫ കിട്ടൂ. വെള്ളപ്പാണ്ട് രോഗം അതിൽപ്പെട്ടതാണ്. അല്ലാഹു തആല എല്ലാവർക്കും കാവൽ നൽകട്ടെ. അസുഖം വന്നവർക്ക് റബ്ബേ നീ ശിഫ നൽകണേ പടച്ചവനെ. വേറൊരാൾ കഷണ്ടിയാണ്. കഷണ്ടി ഇപ്പൊ ഇന്ന് മുട്ടടിക്കുന്ന ഒരു സ്റ്റൈലാണ് അല്ലെ. മുട്ടടിച്ച് പിന്നെ അത് തിളങ്ങാൻ വേണ്ടി ഒരു ജെല്ലും വെച്ചിട്ട് ആൾക്കാർ നടക്കുക അല്ലേ? സോലി അങ്ങനല്ലേ? നല്ല തിളങ്ങുന്ന മുട്ടടിച്ച് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്നാലും പുറത്തൊക്കെ പല ഉദ്യോഗസ്ഥന്മാരും വലിയ വലിയ മാനേജേഴ്സും സിഇഒമാരൊക്കെ മുടി ഉണ്ടാവില്ല. അപ്പം മുഴുവൻ ഷേവ് ചെയ്തിട്ട് നല്ല ഡെയിലി ഷേവ് ചെയ്യും. അപ്പോൾ നല്ല തിളങ്ങുന്ന മുട്ടയായിട്ട് അതെന്തോ ഒരു അഭിമാനമാണ്. എനിക്ക് എൻ്റെ ഒരു ലൈൻ മാനേജർ ഉണ്ട്, അദ്ദേഹം അങ്ങനെ ഇംഗ്ലീഷുകാരാണ്, എപ്പോഴും ഫുൾ ടൈം മുട്ടയാണ്. അപ്പോൾ പക്ഷെ ചിലപ്പോഴെങ്കിലും ചില ആളുകൾക്ക് മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. അത് പോയാൽ പിന്നെ സങ്കടം. ഓരോരുത്തർക്കും ഓരോ വിഷമം വലുതാന്ന് പറഞ്ഞില്ലേ നേരത്തെ. ചെറിയ വിരലിന് മുറിവുണ്ടായ കഥ പറഞ്ഞാൽ എല്ലാവർക്കും അത് വലുതാണ്. അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു. فبعث إليهم ملكا الله മലക്കിനെ അവരിലേക്ക് അയച്ചു. തൊലിക്ക് അസുഖമുള്ള ആളുടെ അടുത്തേക്ക് വന്നു എന്ന് ചോദിച്ചു. അയ്യു ഷൈഇൻ അഹബ്ബു ഇലൈക്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു ലൗനുൻ ഹസൻ, ഒരു നല്ല തൊലി വേണം, നല്ല കളർ വേണം. വജിൽദുൻ ഹസൻ, നല്ല തൊലി വേണം. വയദ്ഹബു അന്നി ഹാദാ, ഈ വെള്ളപ്പാണ്ട് രോഗം എനിക്കില്ലാതെയാവണം. അത് ഖദറനിന്നാസ്, ജനങ്ങൾക്ക് എന്നോട് എന്തോ ഒരു വെറുപ്പുള്ള പോലെ. മലക്ക് ഇങ്ങനെ തടവി കൊടുത്തു ശരീരത്തിൽ. ഫമസഹഹു അങ്ങ് പോയി. നല്ല തൊലി നിറം അല്ലാഹു നൽകി. വജിൽദൻ ഹസനൻ, നല്ല സൗന്ദര്യവും നൽകി, നല്ല തൊലിയും നൽകി. ചോദിച്ചു അയ്യുൽ മാലി അഹബ്ബു ഇലൈക്, പണത്തിൽ, സമ്പാദ്യത്തിൽ, സമ്പത്തിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? ചിലർക്ക് വണ്ടി ആയിരിക്കും, ചിലർക്ക് വീടായിരിക്കും, ചിലർക്ക് വേണ്ടത് വേറെന്തെങ്കിലും ആയിരിക്കും, ഫുഡായിരിക്കും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അൽ ഇബിൽ, എനിക്ക് ഒട്ടകങ്ങളാണ് ഇഷ്ടം. 10 തികഞ്ഞു നിൽക്കുന്ന പ്രസവിക്കാനായ ഒട്ടകത്തെ അവർക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു യുബാറക് ലക ഫീഹാ, ഇതിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുമെന്ന് പറഞ്ഞു. അടങ്ങു പോയി, ആളെ കണ്ടില്ല. കഷണ്ടി ബാധിച്ച ആൾ അടുത്തേക്ക് വന്നു. അറബിയിൽ അസ്ല എന്ന് പറയും കഷണ്ടിക്കാർക്ക്. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പറഞ്ഞു ഷഅറുൻ ഹസനുൻ, നല്ല മുടി വേണം. വയദ്ഹബു അന്നി ഹാദാ, റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മുടി കൊഴിയും അല്ലേ? അല്ലാഹുവർക്കൊക്കെ ശിഫ നൽകട്ടെ. എല്ലാവരും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ക്യാൻസറിന്റെ അസുഖം വന്നവർക്കൊക്കെ റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, ശിഫയാക്കണേ റബ്ബേ. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തലമുടി നഷ്ടപ്പെട്ട് കിടക്കുന്നവരൊക്കെ കാണും, വലിയ വിഷമമാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, വേദനയ്ക്ക് ശമനം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ എന്താണ് വേണ്ടതെന്നാ ചോദിക്കുന്നത്. മലക്ക് പറഞ്ഞു ഷഅറുൻ ഹസനുൻ, നല്ല മുടി വേണം. വയദ്ഹബു ഹാദാ അന്നി വഖദ് ഖദറനി الناس,
പണ്ടൊക്കെ അങ്ങനെ ഉണ്ട്, തല ഈ കഷണ്ടി ആയ ചേനത്തല എന്നൊക്കെ വിളിക്കും അല്ലേ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അങ്ങനെ വിളിക്കലില്ല. പണ്ടൊക്കെ പൂച്ചക്കണ്ണിലെ കുട്ടികൾ എന്തൊരു ഇടങ്ങാറായിക്കണ്, സ്കൂളിൽ പോകുമ്പോൾ പൂച്ചക്കണ്ണെത്തിയെന്ന് പൂച്ചക്കണ്ണാന്നൊക്കെ പറയും. എന്ത് ഇടങ്ങാറ്, ഉമ്മ എനിക്ക് നല്ല കണ്ണുള്ള തന്നില്ലല്ലോ. ഇന്ന് പൂച്ചക്കണ്ണ് കിട്ടാനാ നടക്കണത് ഓരോരുത്തർ അല്ലേ? അല്ല, പൂച്ചക്കണ്ണ് പറയും, എന്തോ ഒരു ചുരുക്കുള്ള കുട്ടി, എന്തൊരു ഭംഗി. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയല്ല, കളിയാക്കലായിരുന്നു അല്ലേ? അങ്ങനെ ഓരോ കാര്യം ഓരോ കാലത്ത് അങ്ങനെയാണ്. കുറെ കുള്ളന്മാരടിയിലിട്ട് നീണ്ടു നിന്ന ഓനെ ആകെ ഇടങ്ങാറാക്കും. കുള്ളന്മാരടിയിലേക്കാരം ഉണ്ടാവുക. അപ്പോൾ നീണ്ടു നിൽക്കുമ്പോൾ തോട്ടിയെന്ന് വിളിക്കും, വേറെ എന്തെങ്കിലും വിളിക്കും. അപ്പൊ ഇവര് കുറെ നീണ്ട മനുഷ്യന്മാരുടെ ഇവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അതറിയുള്ളൂ. അപ്പൊ ഓരോരുത്തരെയും വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, കളിയാക്കുന്ന അവസ്ഥ ഉണ്ടാവും. അന്ന് ഇങ്ങനെ കഷണ്ടി കളിയാക്കുന്ന കാലമാണ്. ആൾക്കാർക്കൊക്കെ എന്നോട് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടക്കുറവുണ്ട്, എന്റെ മുടി തലമുടി ഒന്ന് കിട്ടണം. നല്ല മുടി അല്ലാഹു നൽകി, സമൃദ്ധമായ മുടി നൽകി. വിഗ് വെക്കരുത്, എന്ത് ചെയ്യാം, പ്ലാന്റേഷൻ ചെയ്യൂലേ, വേക്കുന്നിടത്തിട്ട് മുമ്പിൽ വെച്ചിട്ട് പ്ലാന്റേഷൻ ചെയ്യില്ല, മുടി ഗ്രോ ചെയ്യുന്ന, അത് കുഴപ്പമില്ല. എന്ത് ചെയ്ത് തൊപ്പിട്ടോ നടക്കാൻ, കഷണ്ടി ഷേവ് ചെയ്ത് നടന്നോളൂ. മറ്റേത് ഫേക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്, ഒരു ഐബിനെ മറക്കാനാണ്. വേറൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല. നിങ്ങളുടെ മുടി നിങ്ങളുടെ തലയിൽ നിന്ന് എടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാണ്, അതിന് കുഴപ്പമില്ല എന്നാണ് അലവിങ്ങൾ പറയുന്നത്. അല്ലാഹു അലം. അല്ലാതെ വിഗ് വെക്കരുത്, അത് നബി തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അയാളോട് മലക്ക് ചോദിച്ചു, എന്ത് സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽ ബഖർ, എനിക്ക് പശുക്കളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഗർഭിണിയായ പശുവിനെ കൊടുത്തു. പറഞ്ഞു, നിനക്കിതിൽ ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞു മലക്ക് പോയി. ഒരു മൂന്നാളും മൂന്ന് നാട്ടിലായിരിക്കാം. കണ്ണു കാണാത്ത ആളിന്റെ അരികത്തേക്ക് ചെന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ കണ്ണുകളുടെ കാഴ്ചശക്തി നിലർത്തി തരണേ പടച്ചവനെ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഷുഗറൊക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച പോയ എത്ര ആൾക്കാരുണ്ട്. ഞാൻ അറിയുന്ന ഒരു ഫാമിലി ഉണ്ട് ഷാർജയിൽ, ഒരുപാട് ദീനിന് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. ആ വാപ്പ, അവരുടെ ഒരു മകൻ ചെറുപ്പക്കാരനാണ്, കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, റബ്ബേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. അവരുടെ മകൾ ശ്വാസംബന്ധമായ അസുഖമുണ്ട്, റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അവരുടെ ഭാര്യ 10-20 കൊല്ലമായിട്ട് അസുഖത്തിലാണ്, അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് ദീനിനെ സഹായിക്കുന്നവരാണ്, അല്ലാഹുവേ നീ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ. കണ്ണു കാണാത്ത ആളിന്റെ അരികത്ത് മലക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? പറഞ്ഞു, എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടണം, എനിക്ക് മനുഷ്യരെ കാണാൻ കഴിയണം. കണ്ണിന്റെ നിഅമത്തുകൾ ആലോചിച്ച് നോക്കി മുഅ്മിനെ, ആ കാഴ്ച പോയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ വീടില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് ഈ കംപ്ലൈന്റ് പറയുന്ന കൂട്ടത്തില് എനിക്കിത് ഉണ്ട്, എനിക്ക് കണ്ണുണ്ട്, കാതുണ്ട്, ഇങ്ങനെയൊക്കെ പറയണ്ടേ? കൂട്ടത്തിൽ പോസിറ്റീവും പറയണ്ടേ? ആരെങ്കിലും പറയാറുണ്ടോ? അല്ലാഹു ചെയ്ത 10 ലക്ഷം തരാം, നിങ്ങൾ 2 കണ്ണും തരുമെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുമോ? 10 മില്യൺ തരാം, 1 കോടി തരാം, നിങ്ങളുടെ കണ്ണ് തരുമെന്ന് കൊടുക്കുമോ? നിങ്ങൾ കണ്ണ് കൊടുക്കുമോ? അപ്പൊ എത്ര നിങ്ങളെ കണ്ണിന്റെ വില? എന്നിട്ട് പറയാം, എൻ്റെ ഒന്നുമില്ല, ഞാനൊന്നുമില്ലാതെ മിസ്കീനാണ്, അതാണ് ഇതാണ്. ദുബൈയിലൊക്കെ യാചന നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചാൽ ഭയങ്കരമായ നിരോധനയാണ്. ഇന്നലെ ഒരു മഗ്‌രിബ് സമയത്ത് ദുബൈയിലായിരുന്നു. അപ്പൊ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് ദുആ ചെയ്ത് ഇറങ്ങി പോകുന്ന കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ വിളി വരുന്നു, ഒരു അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിട്ട്. എന്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ക്യാഷിലിരിക്കുമ്പോൾ, ഒരു ബ്ലാങ്കറ്റൊക്കെ വിൽക്കുന്ന ഷോപ്പ്, അവിടെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണ്, പാകിസ്ഥാനി പെണ്ണ് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഉറുദു സംസാരിക്കുന്ന പെണ്ണ്, നമ്മൾ ഇന്ത്യക്കാരിയാണോ വേറെ നാട്ടുകാരാണെന്ന് അറിയില്ല, ഏതായാലും യാചിച്ച് കയറി വന്നതാണ്. മൂപ്പര് പറയാം, ഞാൻ സ്റ്റാഫിനോടൊക്കെ പറയലുണ്ട്, ആര് വന്നാലും മടക്കി വിടരുത്, എന്തെങ്കിലും കൊടുക്കണമെന്ന്. ഞാൻ പൈസ എടുക്കാൻ വേണ്ടി ഡ്രോവർ തുറന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ടീഷർട്ട്, ഇങ്ങനെ വീഡിയോ കാണിച്ചു തന്നു CCTV, ഒരു ചെറുപ്പക്കാരൻ ടീഷർട്ട് ഇട്ട കാര്യമുണ്ട്. അവനോട് എനിക്ക് സംശയം തോന്നി, ഇത് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ വരുന്ന ആളായിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണിനോട് അയാൾ പറഞ്ഞു, അയാൾ ഒന്നും ചോദിക്കല്ല, ടീഷർട്ട് ഞാൻ കാണുന്നുണ്ട്, വീഡിയോയിലുണ്ട്, 10 ദിർഹം എടുത്തിട്ട് ആ പെണ്ണിന് കൊടുത്തു. ആ പെണ്ണത് വാങ്ങിച്ചു. ഉടനെ തന്നെ CD കാർഡ് കാണിച്ചു കൊടുത്തു, ഞാൻ പോലീസ് എന്നുള്ള ആളാണ്. നേരെ പിടിച്ചോ നോക്കുമ്പോൾ റോഡിൽ തന്നെ ഇവരെ പിടിച്ചോണ്ടാവുന്ന വാഹനം നിർത്തിയിട്ടുണ്ട്, പട്ടാളക്കാരുണ്ട്. ആ പെണ്ണിനെ ഉള്ളിൽ തള്ളി കയറ്റി കൊണ്ടുപോയി. യാചിച്ച് വരുന്ന യാചകരിൽ അർഹിക്കുന്നവരും അർഹിക്കാത്തവരുണ്ടാവും. ഒരു നാടിന്റെ നിയമം അതാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ 10,000 ദിർഹം എങ്ങാനും മിനിമം ഫൈൻ വരുന്ന
അവർക്ക് എന്ത് വെച്ചാൽ യാചനയെ പ്രോത്സാഹിപ്പിക്കലാണ്. കാരണം ഈ യാചിക്കുന്ന ആളുകൾക്ക് സഹായം ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അവരെ സഹായിക്കാൻ. അവിടെ കൊണ്ടാക്കിയാൽ മതി, അവിടെ ചെന്നാൽ കിട്ടും. പക്ഷെ ജനങ്ങളോട് യാചിച്ച് നടക്കുന്നത് രാജ്യത്തിന്റെ അതിന്റെ സ്വഭാവവും രാജ്യത്തിന്റെ അന്തസ്സിനൊക്കെ വലിയ കളങ്കം സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ദുബൈ പോലെയുള്ള ഒരു നാട് ലോകത്തിന്റെ മുമ്പിൽ നല്ല ഒരു ചിത്രം, മനുഷ്യത്വത്തിന്റെ ഒരു ചിത്രം, പരസ്പര മമതയുടെ സൗഹാർദ്ദത്തിന്റെ ഒരു ചിത്രം കാണിക്കുന്ന നാടാണ്. അവിടെ യാചന അവർ നിർബന്ധമായതിനെ കണിശമായൊരു നേരിടുന്നുണ്ട്. പക്ഷെ നമുക്ക് പാവപ്പെട്ട ആളുകളല്ലാതെ സഹായിക്കാം. ഗവൺമെന്റിന്റെ നിയമം പാലിച്ചേ പറ്റൂ. നമുക്ക് അർഹരായ ആളുകളുണ്ടോ എല്ലാം നിനക്ക് നമുക്ക് സഹായിക്കുന്ന വിരോധമല്ല. പക്ഷെ യാചന പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. നമുക്കറിയാലോ, പല യാചകന്മാരും പല ആളുകളും കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ഒക്കെയാണ്. വലിയ വലിയ കാറുകളിൽ വന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ കയ്യൊക്കെ മടക്കിയിട്ടും ചീഞ്ഞ കുപ്പായൊക്കെ ഇട്ടിട്ട് പിന്നെ വരുന്നത്. അവർ വലിയ വലിയ കോടീശ്വരന്മാരായി മരിച്ചു പോകുന്ന കഥ എത്രയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അതിൽ നല്ലതോ നമുക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സഹായിക്കാം. അവര് പറ്റിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യരുത്. ഇല്ലേ, നമ്മൾ ചെയ്യുന്നതിന് അള്ളാഹു കൂലി തരും. അത്രയും അമയോട് അള്ളാഹു ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കാഴ്ച അള്ളാഹു തിരിച്ചു കൊടുത്തു. കാഴ്ചയുടെ കണ്ണിന്റെ ആ ഒരു നിഅമത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയതായിരുന്നു. അള്ളാഹു തന്ന നിഅമത്ത് എത്രയാണ്, നമ്മൾ എന്നിട്ടും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ യാചിച്ചിറങ്ങുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് ചോദിച്ചു. എനിക്ക് ആടുകളാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പ്രസവിക്കാനായ ഒരു ആടിനെയും കൊടുത്തു. അങ്ങനെ മലക്ക് ഡിസപ്പിയറായി, കാണാതെയായി. ഒരാൾക്ക് ഒട്ടകത്തിന്റെ ഒരു താഴ്വര തന്നെ ഒട്ടകം, മറ്റൊരാൾക്ക് ഒരു താഴ്വര മുഴുവൻ പശുക്കൾ, ഒരാൾക്ക് ഒരു താഴ്വര മുഴുവൻ ആടുകൾ. വർഷങ്ങൾ കഴിഞ്ഞു. വെള്ളപ്പാണ്ടുകാരനായിട്ട് മലക്ക് വരികയാണ്. അതേ വെള്ളപ്പാണ്ടുണ്ടായിരുന്നൊരു മനുഷ്യൻ, അയാളെപ്പോലെ തോന്നിക്കുന്ന രൂപത്തിൽ മലക്ക് വന്നു വെള്ളപ്പാണ്ടുകാരന്റെ അടുത്ത്. റജുലുൻ മിസ്കീൻ, ഞാൻ പാവപ്പെട്ട ആളാണ്. വഴിയിൽ എല്ലാം നഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കണം, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം, എനിക്കൊരു വാഹനം വേണം. എന്തോ ഒരു ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ, എന്തൊരു നല്ല തൊലിയാണ് നിങ്ങളുടേത്, നിങ്ങൾക്ക് എത്ര സമ്പത്താണ് അല്ലാഹു നൽകിയത്. എന്റെ യാത്രയിൽ എന്നെ സഹായിക്കാൻ ഒരൊട്ടകം എനിക്ക് നൽകുമോ എന്ന് ചോദിച്ചു. നോക്കണേ മുഅ്മിനെ, ഗൾഫിലേക്ക് പോയി മക്കളൊക്കെ ഒരു നല്ല ലെവലിലെത്തി, വീടൊക്കെ ഒന്ന് മാറി സൗകര്യങ്ങളായി, വീടിന് മുമ്പിൽ 1-2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ പഴയ കാലം മറന്നു. നമ്മുടെ പഴയത് നമ്മൾ മറക്കല്ലേ. അല്ലാഹു എവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നത് എന്ന് മറന്നു പോകല്ലേ. ഇവിടൊക്കെ ഒരുപാട് ഗൾഫിന്റെ നിഅമത്തുണ്ടായ നാടാണ്. പണ്ടൊക്കെ അങ്ങനെ പറയാം, ഇന്ന് ചാവക്കാട് പറയും, പിന്നെ കൊടുവള്ളിയും പറയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിഅമത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറക്കരുത്. അല്ലാഹുവിനെ മറന്ന് ജീവിക്കുകയും വരുത്. അല്ലാഹു നിങ്ങൾക്ക് നല്ല സൗന്ദര്യം തന്നല്ലോ പടച്ചവൻ, നല്ല തൊലി തന്നില്ലേ, നല്ല നിഅമത്ത് തന്നില്ലേ, ഒരൊട്ടകം എനിക്ക് നൽകുമോ? അത് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഇപ്പൊ സാധാരണ എല്ലാവരും പറയുന്ന മറുപടിയാണ്, ഇന്നൽ ഹുഖൂഖ കസീറ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അതിനർത്ഥം ഇന്നൽ ഹുഖൂഖ കസീറ, കുറെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളെ സഹായിച്ചാൽ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പരിചയമുണ്ടല്ലോ. ആര്? മലക്ക് പറഞ്ഞു. വെള്ളപ്പാണ്ടുകാരനായിട്ടാ വന്നത്. അലം തകുൻ അബ്റസ യഖ്ദിറുക അന്നാസ്, നിങ്ങളൊരു വെള്ളപ്പാണ്ട് രോഗിയായിരുന്നില്ലേ? ആളുകളൊക്കെ എങ്ങനെ അയ്യേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആളായിരുന്നില്ലേ നിങ്ങൾ? ഫഖീറൻ ഫഅതാക അല്ലാഹ്, നിങ്ങൾ മിസ്കീനായിരുന്നില്ലേ? അല്ലാഹല്ലേ നിങ്ങൾക്ക് തന്നത്. അപ്പൊ പറഞ്ഞു, ലഖദ് വരിസ്തു ലികാബിരിൻ അൻക, ഇതിന്റെ വാപ്പ വല്യാപ്പ വഴി കിട്ടിയ മുതലാണ്. അയാൾ നിഷേധിച്ചു. വെള്ളപ്പാണ്ടുകാരനായി നിഷേധിച്ചു. മലക്കിന്റെ ഒരൊറ്റ ദുആ, ഫഇൻ കുൻത കാദിബൻ ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത്, നീ പറയുന്നത് നുണയാണെങ്കിൽ നീ എന്തായിരുന്നോ മുമ്പായിരുന്നത് ആ രീതിയിലേക്ക് അല്ലാഹു നിങ്ങളെ മാറ്റിക്കളയട്ടെ. പോയി. ആ ചൊറുക്കും സമ്പത്തും ഒക്കെ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു. പിന്നെ ചെന്നു തലയിൽ മുടിയില്ലാതിരുന്ന അഖ്റഇന്റെ മുമ്പിലേക്ക് അയാളോടും പറഞ്ഞു, എന്തെങ്കിലും സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയുമല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ ഞാനൊക്കെ ജനിച്ചപ്പോഴേ സുമുഖനാണ്. അപ്പൊ പറഞ്ഞു, നീ പറയുന്നത് നുണയാണെങ്കിൽ നിന്റെ പഴയ അവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ മടക്കട്ടെ. കഴിഞ്ഞു. മൂന്നാമത്തെ ആള് കണ്ണു കാണാത്ത പറഞ്ഞു, റജുലുൻ മിസ്കീൻ, മിസ്കീനാണ്, വബനു സബീൽ, വഴിയാത്രക്കാരനാണ്, എനിക്ക് മാർഗങ്ങളൊന്നുമില്ല, യാത്രയിൽ വഴിയാധാരമില്ലാതെ കിടക്കുകയാണ്.
അതുകൊണ്ട് അസ്അലുക ബില്ലദീ റദ്ദ അലൈക ബസറക ഷാതൻ അതബല്ലഗു ബിഹാ ഫീ സഫരി, എന്റെ യാത്രയിൽ എനിക്ക് കൂട്ടിനായി ഒരു ആടിനെ, അതിന്റെ പാല് കുടിക്കാലോ, എനിക്ക് സഹായമാകും. ആരാണോ നിങ്ങൾക്ക് ഇത്രയധികം സമ്പത്ത് നൽകിയത് അവന് വിചാരിച്ച് നൽകണമേ എന്ന് കണ്ണു കാണാത്ത മനുഷ്യനോട് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി വന്നു, വ്യത്യസ്തമായിരുന്നു അത്. ആ മറുപടിയാണ് അല്ലാഹു നമ്മെ പ്രതീക്ഷിക്കുന്നത്. ഖദ് കുൻതു അമാ, ഞാനും നിങ്ങളെപ്പോലെ കണ്ണു കാണാത്തൊരു മനുഷ്യനായിരുന്നു. ഫറദ്ദല്ലാഹു ബസ്വരി, അല്ലാഹുവാണ് എനിക്ക് കാഴ്ച തിരിച്ചു നൽകിയത്. വഫഖീറൻ, ഞാൻ ദരിദ്രനായിരുന്നു. ഫഅഗ്നാനി, അല്ലാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയത്. ഫഖുദ് മാ ശിഅത, നിനക്ക് വേണ്ടത് നീ എടുത്തോ. ഫവല്ലാഹി ലാ അജ്ഹദുക അൽയൗമ ലിശൈഇൻ അഖദ്തഹു ലില്ലാഹ്, അല്ലാഹനെ വിചാരിച്ചല്ലേ ചോദിച്ചത്, നിങ്ങൾ എന്തെടുത്താലും എനിക്ക് വിഷമമല്ല, നീ വേണ്ടതെടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് അന്ധനായിരുന്ന മനുഷ്യൻ കണ്ണു കാണാത്ത ഒരാൾ മുമ്പിൽ വന്നപ്പോ ആ മലക്കിനോട് പറഞ്ഞപ്പോഴാണ്, അംസിക് മാലക്, നിന്റെ സമ്പത്ത് അവിടെ തന്നെ നിൽക്കട്ടെ. ഫഇന്നകും മുബ്തലീതും, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. ഫറദിയ അൻക, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെട്ടു. വസഖിത അലാ സാഹിബൈക, നിങ്ങളുടെ രണ്ട് കൂട്ടുകാരോടും അല്ലാഹു ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമാണ്, എന്തേ നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ അംഗീകരിച്ചു, ശുക്ർ പറഞ്ഞു. അള്ളാഹുവിന്റെ ശുക്രിന്റെ ഭാഗമാണ് നമ്മുടെ കഴിഞ്ഞകാല വിഷമങ്ങളെ നമ്മൾ ഓർക്കുന്നത്. അതൊരു ശുക്രാണ്. പടച്ചോനെ, നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചവരാ. നമുക്കൊരു ഫാൻ ഇല്ലായിരുന്നല്ലോ, അള്ളാഹു നമുക്ക് AC തന്നില്ലേ. നമുക്കൊരു സൈക്കിൾ ഇല്ലായിരുന്നല്ലോ, വാഹനായില്ലേ, നമുക്ക് കാറ് തന്നില്ലേ. നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാ സ്കൂളിലൊക്കെ പോയിരുന്നത്, ഇന്ന് എന്ത് റാഹത്തിലാണ് നമ്മുടെ മക്കളും പേരക്കുട്ടികളും ജീവിക്കുന്നത്. നമുക്ക് വീടുണ്ടായിരുന്നോ, അള്ളാഹു ഇതൊക്കെ തന്നില്ലേ. വരുമാനം ഇല്ലായിരുന്നല്ലോ, അള്ളാഹു ഇതൊക്കെ നൽകിയില്ലേ. അൽഹംദുലില്ലാഹി ലക യാ റബ്ബ്, പടച്ചവനെ നിനക്ക് നന്ദി റബ്ബേ എന്ന് ഖൽബ് കൊണ്ട് ശുക്ർ ചെയ്യാൻ നമ്മൾ മറന്നുപോകുന്ന ഒരു ലോകം. ഞാൻ തുടങ്ങി വെച്ച വാക്കുമതായിരുന്നു, സൈലന്റ് ഡിസീസ്. ഒരിക്കലും കാണാൻ കഴിയാത്ത മൗനിയായ ഒരു സുഖത്തിലൂടെയാണ് ലോകം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞതും, നമ്മുടെ ദാരിദ്ര്യത്തിന്റെ ഒരു കാലഘട്ടവും, വറുതിയുടെ കാലമെന്ന് പഴമക്കാർ പറയുന്ന, കഞ്ഞി കിട്ടിയാൽ അതിന്റെ ഉള്ളിൽ എത്ര വറ്റുണ്ട് എന്ന് നോക്കി വെള്ളം കുടിക്കാൻ കിട്ടും, പക്ഷെ വറ്റ് കിട്ടാനില്ല, ചോറ് കഴിക്കാനില്ല. ഉള്ള വറ്റും ചക്കയിലൊട്ടി എന്ന് പറയുന്ന കാലം. ചക്കയുണ്ട്, പക്ഷേ അരി കിട്ടാനില്ലായിരുന്നു, ചോറില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടൊരു കാലം നമ്മുടെ പഴമക്കാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്യപ്പമാർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ടോ? അന്ന് നമ്മുടെ നാടുകളിലെ ഏറ്റവും വലിയ വീട് അള്ളാഹുവിന്റെ വീടാണ്, അല്ലേ? ഇന്ന് നമുക്ക് അള്ളാഹു എത്ര അനുഗ്രഹം തന്നു, എത്ര അതുപോലെയുള്ള മസ്ജിദുകൾ, എത്ര അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ, എത്രയധികം അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ പടച്ചതമ്പുരാൻ നമുക്ക് അനുഗ്രഹം നൽകി. നമ്മൾ എന്താണ് അള്ളാഹുവിന് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ പഴമക്കാർ ഒരണയും 2 ശമ്പളം കിട്ടിയിരുന്ന കാലത്തുണ്ടാക്കിയതാണ് നമ്മുടെ പള്ളികൾ, ജുമാഅത്ത് പള്ളികളൊക്കെ, അല്ലേ? അന്നത്തെ ഖബർസ്ഥാൻ അവർ കൊടുത്ത വഖഫാൻ. ഇന്ന് ആര് വഖഫ് കൊടുക്കുന്നു? ഇന്ന് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ പള്ളിക്ക് വഖഫ്? ഒരു തെങ്ങ് 5 സെന്റ് പള്ളിക്ക്, മദ്രസക്ക് ആരെങ്കിലും വഖഫ് കൊടുക്കുന്നുണ്ടോ? വഖഫ് എത്ര കൂലിയുള്ള കാര്യമാണ്.